ഉരുൾപൊട്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അതിവേഗ കോടതി. ശിക്ഷാവിധി 15-ാം തീയതി പ്രഖ്യാപിക്കും. ഇത് കേട്ടിട്ടും കൂസലില്ലാതെ ചെന്താമര. തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളുവെന്നും വെല്ലുവിളി. താൻ ഗാന്ധിയല്ല, ജയിലിലെ സഹതടവുകാരോടും ഗാന്ധിയല്ലെന്നും ജയിലിലെ സഹതടവുകാരോടും പരിഹാസം. അവരെല്ലാം മോഷ്ടാക്കളും ലഹരിക്കാരുമായതിനാൽ സംസാരിക്കില്ല. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പാലക്കാട് ജില്ലാ സൈക്കോളജിസ്റ്റ് കോടതിക്ക് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഗാന്ധിയനല്ല, അതുകൊണ്ട് തന്നെ ആരെങ്കിലും എതിരിടാൻ വന്നാൽ വെറുതെ വിടില്ല. വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. കുപ്രസിദ്ധമായ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരനെന്ന കോടതി വിധി കേട്ടിട്ടും കൂസലില്ലാതെ പ്രതി ചെന്താമരയുടെ മറുപടി കേട്ട് ഒരു നിമിഷം കോടതി മുറിയിലുണ്ടായിരുന്നവരും തപ്തരായി. വിധി വായന മുഴുവൻ പ്രതി കേട്ടുനിന്നു. മലമ്പുഴ ജയിലിൽ കഴിയുന്ന ചെന്താമര സഹതടവുകാരോട് സംസാരിക്കാറില്ലെന്ന് ജില്ലാ ജയിൽ അധികൃതർ റിപ്പോർട്ട് നൽകി. ഒപ്പമുള്ളവരെല്ലാം മോഷ്ടാക്കളും ലഹരിക്കാരുമാണ്. അത്തരക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെന്നായിരുന്നു ചെന്താമരയുടെ പരിഹാസം. അപ്പോൾ നമ്മുടെ ചെന്താമരയെ നിങ്ങളാരും മറന്നു കാണില്ലല്ലോ അല്ലേ? ആ ചെന്താമര അവസാനം കൊന്ന 2 പേരുടെ ബോഡി ആ വീട്ടുമുറ്റത്ത് കിടന്നതും ആ കുഞ്ഞ് 2 മക്കൾ, ആ മരിച്ചവരുടെ 2 മക്കൾ, അവരുടെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയുമാണ് ഈ ദുഷ്ടനായ ചെന്താമര കൊന്ന് കൊല വിളിച്ചില്ലാതാക്കിയത്. എന്തിൻ്റെ പേരിലാണ്? ചില പരദൂഷണം എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ മാത്രം. ആ വാർത്തകളൊക്കെ എൻ്റെ നല്ലവരായ എൻ്റെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾക്ക് കണ്ടു കാണും. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ ദുഷ്ടനെ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ഇതാ എന്താ പറയുക, ശിക്ഷ വിധിക്കാതിരിക്കുമല്ലോ. 18-ാം തീയതിയോ 19-ാം തീയതിയൊക്കെ ആയിട്ട് ശിക്ഷ വിധിക്കും. പക്ഷേ ഇപ്പോൾ ഇതാ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിരിക്കുന്നു, ഇവൻ കുറ്റക്കാരനാണ്. ഇവന് മാനസികമായ ഒരു പ്രശ്നങ്ങളില്ല, ഒരു കുഴപ്പമില്ലാതെ ഇവൻ ബോധപൂർവം കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ കൊലപാതക വാർത്തയൊക്കെ നിങ്ങൾ കണ്ടു കാണാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്തത് കേട്ടോ. അത് ചോദിച്ചു കേട്ടില്ലേ, ജയിലിൽ എന്താ പറയുക, ഇവൻ്റെ ബുദ്ധി എന്തെങ്കിലും ബുദ്ധി സ്ഥിരതയില്ലായ്മ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ആരാ പറഞ്ഞതെന്ന്. എനിക്ക് വധശിക്ഷ വിധിച്ചോളൂ എന്നും ജഡ്ജിയോടും പറഞ്ഞു. അപ്പോൾ ജയിലിൽ നിന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇയാൾക്ക് മെൻ്റലോ അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ ശിക്ഷ വരെ നമുക്ക് 18-ഓ 19-ഓ തീയതി വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. കോടതി അന്ന് വരുമെന്നാണ് കോടതി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശിക്ഷ എന്തായിരിക്കും? പ്രോസിക്യൂഷൻ്റെ ഒരു വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ്. കാരണം മനഃപൂർവ്വം ചെയ്തൊരു ഇതാണ്. ഇപ്പോൾ അറിവില്ലായ്മ കൊണ്ടൊന്നും പറ്റിയതല്ല, ബോധപൂർവം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു ശിക്ഷ ആയതുകൊണ്ട് തന്നെ വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് കോടതിയുടെ തീരുമാനം. എന്തായാലും വരും പരാതികളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ദുഷ്ടനെ വധശിക്ഷ തന്നെ കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം 2 മക്കളെയാണ് ഈ ദുഷ്ടൻകാരൻ അനാഥരായത്. അവരമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, മുത്തശ്ശിയെ കൊന്നു. എന്തിൻ്റെ പേരിലാണെന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ വാർത്ത. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. പോട്ടെ, ഇതൊക്കെ വിധി. ആ ദുഷ്ടനെ ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ഈ കാര്യത്തിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക, ഒന്ന് എന്നെ അറിയിക്കുക ഈ വിഷയത്തിൽ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കൂടുതലൊന്നും പറയേണ്ടത്. അപ്പോൾ നമ്മളെ പഴയ വീഡിയോ ഒക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നാളെ മുതൽ നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലൈവ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, താല്പര്യമുണ്ടെങ്കിൽ ലൈവിൽ സംസാരിക്കാം. ബൈ.